പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആം. അവർ ഓരോ കൊല്ലവും 1-2 തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നവർ കാണുന്നില്ലേ? എന്നിട്ടും അവർ ഖേദിച്ചു മടങ്ങുന്നില്ല, ചിന്തിച്ച് മനസ്സിലാക്കുന്നുമില്ല. അപ്പോൾ ഓരോ കൊല്ലവും ഇവർ 1-2 തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകൻ വന്ന ശേഷം. അതിന് മുമ്പ് ഇവർക്ക് അത്ര പരീക്ഷണമില്ലായിരുന്നു, കാരണം പ്രവാചകനെ ധിക്കരിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പം അത് മാത്രമല്ല, പ്രവാചകൻ വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ്. പ്രവാചകനാവുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് ദൈവിക ഗുണങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പം ആ സൃഷ്ടിപ്പിലൊക്കെ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാവും. അപ്പോൾ പ്രവാചകൻ എന്ന് വെച്ചാൽ എന്താണ്? ഖുർആനെ ജീവിക്കുന്ന പതിപ്പാണ്. ഖുർആനാകട്ടെ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളാണ് ഖുർആനുള്ളത്. അപ്പം പ്രവാചകൻ ജീവിക്കുന്ന ഖുർആനാണ്. അപ്പം പ്രവാചകനും അള്ളാഹുവും തമ്മിൽ ബന്ധമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള വ്യക്തി, അള്ളാഹുവുമായിട്ട് സാമ്യമുള്ളൊരു വ്യക്തി, അള്ളാഹു ഓളമെത്തുന്നൊരു വ്യക്തി ഭൂമിയിലുണ്ടാകുമ്പം ഭൂമിയിലെ സകല ചരാചരങ്ങളുമായി ആ വ്യക്തിയെ സഹായിക്കും. അതുപോലെ തന്നെ ഏത് വ്യക്തിയായാലും, ഒരു മഹൽ വ്യക്തികളൊക്കെ ആണെങ്കിലും അവരെ സഹായിക്കാൻ ഭൂമിയിലെ സകല ജീവജാലങ്ങളും ഒരുമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാവില്ല. ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ ഒന്നും ഉണ്ടാവില്ല. പ്രവാചകനുള്ള കാലത്ത് ഇവിടെയൊന്നും ഇല്ലായിരുന്നു, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രവാചകൻ ധിക്കരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് ചിലപ്പോൾ പ്രവാചകനും കൂടി ബാധിക്കും. മനസ്സിലായി? നമ്മളൊരു വ്യക്തിയെ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയെ സഹായിക്കാൻ അള്ളാഹുവിൻ്റെ സകല ചരാചരങ്ങളും ശ്രമിക്കും. ആ വ്യക്തിയെ ആ നാട്ടുകാർ ദ്രോഹിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അള്ളാഹുവിന് ശിക്ഷ ഇറങ്ങും. അള്ളാഹുവിൻ്റെ മറ്റ് ചരാചരങ്ങൾ ആ നാടിനെ നശിപ്പിക്കാൻ വരും. ആ വ്യക്തി ഉണ്ടെങ്കിലും ചിലപ്പോൾ ആ നാട് നശിപ്പിക്കാൻ ചെറിയ പ്രയാസങ്ങളുണ്ടാവും. പക്ഷെ എന്തിനാ അള്ളാഹു ആ വ്യക്തിയെ രക്ഷിക്കും. പ്രവാചകനെ അല്ലെങ്കിൽ മഹൽ വ്യക്തിയെ രക്ഷിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഈ ഖുറൈശികൾ പ്രവാചകനെ ദ്രോഹിക്കാൻ തുടങ്ങിയ മുതൽക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഉള്ളവനും പിന്നെ ഞാനൊരു കമ്പനിയിൽ പണിയെടുത്തിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ 10-13 വർഷം പണിയെടുത്തു. ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എന്നിൽ കുറച്ചൊരു അഹങ്കാരം ഒക്കെ വന്നു. ഞാൻ തന്നെ വലിയവന്, മറ്റുള്ള തൊഴിലാളികളെക്കാളും കൂടുതൽ ഞാൻ നല്ലവണ്ണം പണിയെടുക്കുന്നുണ്ട്, ഞാൻ അഹങ്കാരമൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നു, പല ബുദ്ധിമുട്ടുകളും വന്നു. 2 തവണ വെള്ളപ്പൊക്കം വന്നു നമുക്കെല്ലാം. 2019-ലും 2020-ലും നമുക്ക് വെള്ളപ്പൊക്കം വന്നു. 18 വരുമ്പോൾ ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. 19-ൽ 18-ൽ പിന്നെ 18 വെള്ളപ്പൊക്കം വരുമ്പോൾ ഞാൻ ഈ ഈമാൻ്റെ രുചി അനുഭവിച്ചിട്ടില്ല. പക്ഷെ 19 വെള്ളപ്പൊക്കം വരുമ്പോൾ ഈമാൻ്റെ രുചി അല്പം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ശരിക്കും കൊണ്ട് പ്രാവർത്തികമാക്കിയിട്ടില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് വലിയ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മഹദി ഇമാമ് ഏകദേശമായി വന്നപ്പോൾ വലിയ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. പിന്നെ ഒരു കൊറോണ ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് പോയി. വലിയ പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം ഈ 2 വെള്ളപ്പൊക്കം ഉണ്ടാവാൻ കാരണം ഞാൻ എന്ത് ചെയ്തിരുന്നു? പണത്തിൻ്റെ പിന്നാലെ പോവുകയും അതുപോലെ തന്നെ നമസ്കാരം ജമ്മും കസറാക്കി ചുരുക്കി നിസ്കരിക്കുക, ഇങ്ങനത്തെ പല ഇതും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ടായിരിക്കും എനിക്കത് വന്നത് ഞാൻ കരുതുന്നു. അങ്ങനെ അത് പ്രകാരമാണ് എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കാതെ അതിൽ നിന്ന് ഒളിച്ചോടുമ്പോൾ അതാണ് നമുക്ക് സമൂഹത്തിലൊക്കെ പ്രതിസന്ധികളൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ കേരളത്തിൽ നല്ല കാലാവസ്ഥയൊക്കെ വരാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ പല മഹാന്മാരായ വ്യക്തികൾ കേരളത്തിലുണ്ട്. അത് മാത്രമല്ല അവരുടെ കബറിടങ്ങളും കേരളത്തിലുണ്ട്. പല മഹാന്മാരായ വ്യക്തികളുടെ കബറിടങ്ങൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നന്മയുണ്ട്. അപ്പം
ചേരമാൻ പെരുമാളിൻ്റെ കബറിടം എവിടെയാണുള്ളത്? സലാലയിൽ. അതുകൊണ്ട് തന്നെ അവിടെ കേരളം പോലത്തെ സ്ഥലമാണ്. മനസ്സിലായി? അദ്ദേഹത്തിന് കബറിടം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിലുണ്ടാകുന്ന പല എല്ലാ വിഭവങ്ങളും അവിടെയുണ്ട്. വാഴ, ഇത് ചിഞ്ചി, എല്ലാ വിഭവങ്ങളും, തെങ്ങ്, കേരളം പോലത്തെ സ്ഥലമാണ് സലാല. അപ്പോൾ അത് ഈ അദ്ദേഹം അവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ മഹൽ വ്യക്തികളൊക്കെ ഭൂമിയിലുള്ളതനുസരിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനെ ഇത് ശപിക്കപ്പെട്ട യൂറോപ്യന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രവാചകൻ്റെ മൃതശരീരം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്തിനാ അപ്പം പ്രവാചകൻ്റെ ശരീരം കൊണ്ടുപോകുന്നത്? ആദ്യം വിചാരിച്ച് ചിത്രവധം ചെയ്യാൻ വെച്ചാൽ പ്രവാചകനുള്ള ഉദ്ദേശം മൂത്തിട്ട് മാന്തി പൊളിക്കാനോ ഒക്കെ അലോങ്കോലമാക്കാനോ ഒക്കെ ആണെന്ന് കരുതി. അപ്പോൾ ഞാൻ മനസ്സിലാക്കും ഇതായിരിക്കും ചിലപ്പം. എന്താണ്, അദ്ദേഹത്തിൻ്റെ ശരീരം എവിടെ നിൽക്കുന്നു അവിടെ ഒരു ഐശ്വര്യമുണ്ടാവും. മദീനയിൽ പ്രവാചകൻ്റെ ശരീരം ഉള്ളത് കൊണ്ട് അവിടേക്ക് ഇബ്ലീസ് അടുക്കില്ല എന്നാണ് പറഞ്ഞത്. ദജ്ജാൽ മക്കയിലും മദീനയിലേക്കും വരാൻ കഴിയില്ല. കാരണം ഈ പ്രവാചകനത് ശരീരം അവിടെ കിടക്കുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പല മഹൽ വ്യക്തികളുടെയും ശരീരം പല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആരെയും ഈ ശപിക്കപ്പെട്ട ബ്രിട്ടീഷുകാർ, യൂറോപ്യന്മാർ. അതുപോലെ തന്നെ ഇവിടെയുള്ള പല ബ്രിട്ടീഷുകാർ ഇവിടെ മരിച്ച് ഇവിടെ കുറേ കാലം ഭരിച്ചിരുന്നല്ലോ. അവരുടെ മൃതദേഹങ്ങൾ അധികമൊന്നും ഇവിടെ ഇല്ല. കുടീരൊക്കെ അങ്ങോട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ പല മഹൽ വ്യക്തികളുടെ, മഹാന്മാരുടെ കബറിടങ്ങൾ മാന്തി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിരമിഡിനകത്ത്, ഈജിപ്തിലെ പിരമിഡിനകത്ത് മൃതശരീരങ്ങൾ യൂറോപ്യന്മാരെ കടത്തി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവരാണ് അവിടെ ഇതിൽ പിരമിഡിനകത്ത് സ്വർണ്ണങ്ങളുണ്ട് എന്നുള്ളത് ഇവർ പറഞ്ഞു കൊടുത്തത്. ആർക്ക്? ഈജിപ്തുകാർക്കോ മറ്റു നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തത്. കാരണം ഇവർക്ക് സ്വർണം വേണ്ട, അവർക്ക് ഇതാണ് ശരീരം വേണ്ടത്. അപ്പോൾ ആ സ്വർണത്തെക്കാൾ എത്ര വിലപ്പെട്ടാണ് ഈ ശരീരം, മൃതശരീരം. ഫറവന്മാർ അവസാനത്തെ ഫറവായിരുന്ന പോലെ മോശം ഫറവ. അതിന് മുമ്പത്തെ ഫറവന്മാരൊക്കെ നല്ല വ്യക്തിയായിരുന്നല്ലോ. ഈ യൂസുഫ് നബിക്ക് അഭയം കൊടുത്ത അതും ഫറവ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മഹൽ വ്യക്തികളൊക്കെ പിരമിഡുകൾ. അപ്പോൾ അതിലുള്ള ഇങ്ങനെയുള്ള ഈ മഹൽ വ്യക്തികൾ യൂറോപ്യന്മാരുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഹൽ വ്യക്തികൾ ഇവിടെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഭൂമി കുലുക്കം മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂറോപ്പിലും അമേരിക്കയിലൊന്നും പ്രതിക്ഷോഭങ്ങൾ ഉണ്ടാവാത്തത്. ഞാൻ വിചാരിക്കും ഇത് അത്രക്കും ദ്രോഹം ചെയ്യുന്ന കൂട്ടരാണ്, അവിടെ എന്താ പ്രതിക്ഷോഭങ്ങളില്ലാത്തത് അങ്ങനെ കരുതി. അപ്പോൾ പ്രധാന കാരണം ഇതാണ്, ഇങ്ങനെയുള്ള മഹൽ വ്യക്തികളുടെ മൃതശരീരം അവിടെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിൻ ലാദന്, ഉസാമ ബിൻ ലാദന്, സദ്ദാം ഹുസൈന്, ബിൻ ലാദൻ, ഇവരുടെ മൃതശരീരം നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അതുപോലെ ഇപ്പോൾ അടുത്തൊരു ഇമ്രാൻഖാൻ്റെ ഇമ്രാൻഖാനെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് അതിൻ്റെ മകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളെ കൊന്നിട്ട് യൂറോപ്യൻ നാടുകളിലേക്ക് കടത്തിക്കൊണ്ടുപോയോ എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ നല്ല വ്യക്തികളൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, നാട്ടിലേക്ക് കടത്തിക്കൊണ്ട് അവിടെ കൊണ്ട് മറവ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ നല്ല വ്യക്തികൾ ആ മണ്ണിൽ വിശ്രമിക്കുമ്പോൾ അവിടേക്ക് ഭൂമി കുലുക്കുക, അങ്ങനത്തെ പ്രതിക്ഷോഭങ്ങൾ ഉണ്ടാവില്ല. അതുവർക്കറിയാം ഈ ശപിക്കപ്പെട്ട യൂറോപ്യന്മാർക്ക്. അതാണ് അവർ ചെയ്യുന്നത്. അവസാനം ജപ്പാനിൽ എപ്പോഴും അഗ്നിപർവ്വതസ്ഫോടനമൊക്കെ ഉണ്ടാകുന്നത് ജപ്പാൻകാർക്ക് ഇത് അറിയില്ല. പൊതുവെ ജപ്പാൻകാർ നിരീശ്വരവാദികളുമാണല്ലോ. ആ വിഷയത്തിലേക്കൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇവർ മറ്റൊരു വെച്ചാൽ സാത്താനാരാധകരാണല്ലോ. അവർക്ക് ഇങ്ങനത്തെ ആത്മീയ കാര്യങ്ങളിലൊക്കെ ഈ ആഭിചാര കൃത്യങ്ങളിലൊക്കെ അറിയുന്നതുകൊണ്ട് ഇവർക്കിതറിയാം. ജപ്പാൻകാർ പൊതുവെ അങ്ങനത്തെ യാതൊന്നിലേക്കും തിരിയാത്ത ആളാണ്. അപ്പോൾ ചെറുത്താലും വിശ്വസിക്കുന്നില്ല, ദൈവത്തിനും വിശ്വസിക്കാത്ത ഒരു കൂട്ടരാണ്. ഇപ്പോൾ ജപ്പാനിൽ ഭയങ്കര ഒരു മുരടിപ്പാണല്ലോ, മാനസികമായ മുരടിപ്പ്. ആരും വിവാഹം കഴിക്കുന്നില്ല. കാരണം വിവാഹത്തോടൊരു മടുപ്പ്. കാരണം ഒക്കെ യൂട്യൂബിൽ ഒക്കെ ഇതിലുണ്ടല്ലോ, ഫോണിൽ എല്ലാ വൃത്തികേടും. പിറന്ന പടിയിൽ നിൽക്കുന്ന പെൺകുട്ടികളൊക്കെയാണല്ലോ ഈ ഫോണിൽ കാണുന്നത്. പിന്നെ സ്ത്രീകളോട് താല്പര്യം ഉണ്ടാവുമോ? പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. മനുഷ്യനോടും മനുഷ്യന് ഒരു ജീവിയായിട്ടാണ് കാണുന്നത്. നമുക്കിവിടെ ഭൂമിയിൽ എങ്ങനെയും നിർഗളിച്ച് നടക്കാം, ചോദിക്കാനും പറയാനും, ഇങ്ങനെ ഒരു ജീവിതമാണല്ലോ. പരലോകത്തെ പറ്റി ചിന്തയൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ അവർക്ക് ജീവിതം മടുപ്പ്, എല്ലാത്തിനും മടുപ്പ്. വിവാഹമൊന്നും കഴിക്കുന്നില്ല, പലരും വിവാഹം കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്.
സ്ത്രീകൾക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, പുരുഷന്മാർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. കാരണം പിന്നെ നമുക്ക് ആത്മീയതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞൊക്കെ ഭൗതികതയിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ആത്മീയതയും ഭൗതികതയും രണ്ടും വേണം. പറഞ്ഞു വരുന്നത് നമ്മൾ ഇവർക്ക് മക്കയിലെ ഖുറൈശികൾക്ക് എല്ലാ കൊല്ലവും പ്രവാചകനെ ദ്രോഹിക്കാൻ തുടങ്ങിയ മുതൽക്ക് അവർക്ക് ഓരോ കൊല്ലം ഓരോ പ്രശ്നങ്ങളാണ്. വെള്ളപ്പൊക്കം, അത് ഇത്. പക്ഷെ പ്രവാചകൻ അവിടെ ഇല്ല. അതാണ്, പ്രവാചകൻ മദീനയിലേക്ക് പോയി. അതുകൊണ്ട് മക്കയിൽ നല്ലവണ്ണം പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ വരൾച്ച, അല്ലെങ്കിൽ മോഷണം, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ടായിരുന്നു. എന്നിട്ടും അവർ ഗതിച്ച് മടങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സമാധാനപരമായി ജീവിക്കുന്ന നല്ലൊരു ലോകം വരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ശാന്തിയും സമാധാനം അള്ളാഹു നൽകുമാറാകട്ടെ. യാതൊരു ഭൂമി കുലുക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ തമ്പുരാനെ. ശാന്തസുന്ദരമായ ഒരു ലോകം വരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.